ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. മൂന്നാർ എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നമ്മൾ കുറച്ച് മഴ ടൈമിലാണ് പോയത്. അപ്പം കുറച്ച് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. പോകുന്ന വഴി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് നിർത്തിയിട്ട് കുറച്ച് നേരം കണ്ടു. ഫോട്ടോ ഒന്നും എടുത്തില്ല. കുറച്ച് നേരം വെള്ളച്ചാട്ടം. അപ്പം മഴ പെയ്ത കാരണം നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മൂന്നാർ എത്തിയപ്പോഴേക്കും മേളിലെത്തിയപ്പോഴേക്കും നന്നായിട്ട് തണുപ്പായി. നമ്മൾ ചെവിയൊക്കെ മൂടി, കാറ്റ് നന്നായിട്ട് ചെവിയിലോട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ഡ്രിസിൽ ഡ്രോപ്സിൽ എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല എന്താ പറയുക, ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് ഇരിക്കുന്നത്. നല്ല തണുപ്പാണ്. നന്നായിട്ട് അവർ ഉണ്ടാക്കിയേക്കുന്ന ഇതൊരു നല്ല രസമാണ് കാണാനൊക്കെ. കുറച്ച് റൂംസേ ഉള്ളൂ ഇവിടെ. ഇപ്പം നമുക്ക് നമ്മുടെ റൂമിലിരുന്ന മൊത്തം ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു ഭാഗം കാണാം. നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ മാനും നമ്മുടെ കരിങ്കുരങ്ങ് അതിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് ബൈനോക്കുലർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം. ഇതിപ്പോൾ ഞങ്ങൾ റൂമിലിരുന്ന് കാണുമ്പോൾ ചെറുതായിട്ടേ കാണത്തുള്ളൂ. മാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ വന്നു. വൈകിട്ടായി, 6 മണിയായി നമ്മൾ എത്തിയപ്പോൾ തന്നെ. പിന്നെ കാപ്പി കുടിച്ചിട്ട് നമ്മൾ ഇനിയിപ്പം പിന്നെ ഫ്രഷായിട്ട് ഇനിയിപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ ക്യാമ്പ് ഫയർ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവും. നല്ല തണുപ്പാണ്. ഊട്ടിയിലൊക്കെ ഒരു തണുപ്പ് പോലെ ഉണ്ട്. രാത്രിയായിട്ട് നമുക്ക് അത്ര ഒരു വ്യൂ കിട്ടുന്നില്ല. നാളെ ഞാൻ അതിൻ്റെ വ്യൂ ഒക്കെ കാണിക്കാം. നമ്മുടെ റിസോർട്ടിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഒക്കെ കാണിക്കാം. പകൽ കാണാൻ നല്ല ഭംഗിയാണ്, രാത്രിയിലും നല്ല രസമാണ്. പക്ഷേ ലൈറ്റിംഗ് ഒക്കെ കാണത്തുള്ളൂ. നമ്മുടെ ചെടികളൊന്നും വലുതായിട്ട് കാണത്തില്ല. പൂക്കളൊക്കെ നല്ല ഫ്രഷായിട്ട് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത സൈസ് പൂക്കളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പം അവർ കുറച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്യാമ്പ് ഫയറിന് വന്നതാണ്. ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. നല്ല ചൂട് കിട്ടും നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ. നല്ലൊരു ആശ്വാസമായിരുന്നു. പിന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല മ്യൂസിക്കൊക്കെ ആയിരുന്നു. കണ്ണൂസിന് ഡാൻസ് കളിക്കാൻ കണ്ണൂസ് കളിച്ചില്ല. നമ്മൾ മാത്രം ഉള്ളായിരുന്നു കേട്ടോ ക്യാമ്പ് ഫയറിന്. ബാക്കി ഉള്ളവരൊക്കെ റൂംസിലൊക്കെ തന്നെ ആയിരുന്നു. ചിലപ്പോൾ അവർ കുറച്ചുകൂടെ കഴിയുമ്പോൾ വരുമായിരിക്കും. ഓരോ ടൈമിംഗ് ആണല്ലോ. പിന്നെ നമ്മുടെ ഡിന്നർ റെഡിയായി. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. നമ്മൾ നാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടൂസിന് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചു.
പിന്നെ ഡെസേർട്ട് എന്തോ കേക്ക് ബ്രൗണി വിത്ത് ഐസ്ക്രീം എന്തോ ആയിരുന്നു. പിന്നെ അത് കഴിച്ചു. അത് റൂമിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് അയച്ചു. പിന്നെ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. രാവിലെ ആണ് നമ്മൾ റെഡിയായി. സെക്കൻഡ് ഡേയുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെളിയിൽ പോകണം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, രാത്രിയിലായതുകൊണ്ട് അത്ര ഭംഗി അറിയത്തില്ല. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ചെടികളൊക്കെ നല്ല രസമാണ്. ശരിക്കും പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് ചെടിയൊക്കെ നിൽക്കുന്നത്. നമുക്ക് ഒറിജിനലാണോ അതോ പ്ലാസ്റ്റിക് ആണോ തോന്നിപ്പോകും, അതുപോലെ അതൊക്കെ നിൽക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിരുന്നു. പിന്നെ കണ്ണൂസിന് നൂഡിൽസാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ റിസോർട്ടിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ റിസോർട്ടിൽ നടക്കുകയാണെങ്കിൽ തന്നെ കുറച്ചിങ്ങനെ താഴോട്ടിങ്ങനെ കുത്തിനെ ഇറങ്ങണം. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് കിട്ടുവിനെ മറ്റേ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുല്ലിൽ ഇരുന്ന് ഫോട്ടോ എടുത്തപ്പോൾ ആ സമയത്ത് എന്തോ കടിച്ചതാണ്. പിന്നെ നമ്മൾ സാനിറ്റൈസറൊക്കെ അടിച്ച് അങ്ങനെ കളഞ്ഞു. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പൂളാണിത്. അപ്പോൾ അവിടെ നിന്നാൽ നല്ല വ്യൂ കിട്ടും. നല്ല ഐസ് പോലെയാണ് ആ വെള്ളം ഇരിക്കുന്നത്, നല്ല തണുത്തിട്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ അകത്ത് കുറച്ച് കറങ്ങിയിട്ട് നമ്മൾ വെളിയിൽ സൈറ്റ് സീയിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അടുത്ത് ഒരു ഹണി മ്യൂസിയം ഉണ്ട്. പിന്നെ വേറെ ഇവിടുന്ന് ടോപ്പ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് മൂന്നാറൊക്കെ നല്ല ദൂരമാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരുന്ന പോലെ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി.
അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ കിട്ടൂസിനെ അവിടെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പം ആ സമയത്ത് കാലിൽ മറ്റേ അട്ട കടിച്ചായിരുന്നു. പിന്നെ നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി വന്നിട്ട് ആ വണ്ടിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത ദിവസം ഇടാം കേട്ടോ. ബൈ.